सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ओम वागीशाद्या सुमनस सर्वार्थानामुपक्रमे यन्नत्वा कृतकृत्या स्युः तन्नमामि गजाननं। दोर्भिर्युक्ता चतुर्भिस्फटिकमणिमयीम् अक्षमालां दधाना हस्तेनैकेन पद्मं सितमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ओम सदाशिवसमारम्भां शङ्कराचार्यमध्यमामस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഹരി ഓം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ 12ാം സ്കന്ധത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള സംഗ്രഹ ഉപദേശമാണ് ബ്രഹ്മോപദേശം. ആ ഭാഗത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രഭാഷണ വേളയിൽ സംസാരിക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് ബ്രഹ്മോപദേശം? പരീക്ഷിത്ത് മഹാരാജാവിന് ശാപം ഏർപ്പെട്ട സമയത്ത് പരമഭാഗവതോത്തമനായ അദ്ദേഹം ആകെ ആലോചിച്ചത് അനിവാര്യമായ മരണം വന്ന് ഭവിക്കുമ്പോൾ കരണീയമായത് എന്താണെന്ന് കണ്ടെത്തണം. അങ്ങനെ ഒരു ആലോചനയിൽ പ്രായോപവേശ നിശ്ചയത്തോടെ വർദ്ധിക്കുമ്പോൾ അവിടേക്ക് വന്ന് ചേരുകയായിരുന്നല്ലോ സാക്ഷാൽ ശുക ബ്രഹ്മർഷി. എത്തിച്ചേർന്ന സദ്ഗുരുവിനോട് ചോദ്യങ്ങളൊക്കെ കൃത്യമായി ഉന്നയിച്ചു. സന്തുഷ്ടനായ ശുകബ്രഹ്മർഷി അനവധി ആഖ്യാനങ്ങളിലൂടെ, പറയാൻ 7 ദിവസമുണ്ടല്ലോ, അതുകൊണ്ട് സവിസ്തരം തന്നെ ജന്മസാഫല്യത്തെക്കുറിച്ചും സാക്ഷാത്കാരത്തിനുള്ള ഉപായങ്ങളെക്കുറിച്ചുമൊക്കെ പ്രതിപാദിച്ചു. ശ്രീമദ് ഭാഗവതം ശ്രീ ശുകബ്രഹ്മർഷി സ്വന്തം അച്ഛനിൽ നിന്നാണ് ഗ്രഹിച്ചത്. അച്ഛൻ ഭഗവാൻ വേദവ്യാസരാകട്ടെ എന്തുകൊണ്ട് രചന നിർവഹിച്ചു എന്നുള്ള കാര്യം ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആദ്യ ഭാഗത്ത് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. വേദങ്ങളെ വ്യസിച്ചവനും മഹാഭാരതത്തെ രചിച്ചവനും ബ്രഹ്മസൂത്രം പോലും എഴുതിയിട്ടുള്ള ധന്യാത്മാവാണ് ഭഗവാൻ വേദവ്യാസർ. എന്നിട്ടും
അകാരണമായൊരു വിഷാദത്തിൻ്റെ കയത്തിൽ മുങ്ങിത്താഴുന്ന അവസ്ഥയുണ്ടായി. അവിടേക്കാണ് സദ്ഗുരു ശ്രീ നാരദർ എത്തിച്ചേരുന്നത്. നാരദരോട് അന്വേഷിക്കുന്നതിന് ഒരു നാരദർ തിരിച്ചാണ് ചോദിച്ചത്, എന്തേ വേദവ്യാസരെ അവിടുത്തെ മുഖത്തൊരു പ്രകാശമില്ല? ഞാൻ അങ്ങോട്ട് ചോദിക്കാനിരിക്കുകയായിരുന്നു. ശ്രീ നാരദർ ഗണിച്ചു പറഞ്ഞു, അങ്ങ് തീർച്ചയായിട്ടും ധർമ്മോദ്ബോധനം നിർവഹിക്കുന്നതിനായിക്കൊണ്ട് ഗംഭീര രചനകളെയൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹമാക്കും പ്രകാരം പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ള ന്യൂനതയുണ്ട്. അത് നിശ്ചയമായും പരിഹരിക്കപ്പെടേണ്ടതാണ്. ആ വിഷയത്തിൽ ഉത്സാഹിക്കണം എന്ന് ഉദ്ബോധിപ്പിച്ചു. അത് പ്രകാരമാണല്ലോ ഭാഗവത രചന ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പരീക്ഷിത്ത് മഹാരാജാവിന് കൃഷ്ണലീലാമൃതമാണ് കലികൽമഷ ദോഷങ്ങളൊക്കെ നീക്കാൻ സമർത്ഥമായ ലീലാമൃതമാണ് ഉപദേശിച്ചു കൊടുത്തത്. അതിൻ്റെ ഒരു ഉപസംഹാരമായിട്ട് കൃഷ്ണലീലാവർണ്ണനം എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മോപദേശം തന്നെയാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ ലീലയാണ് ഭംഗ്യന്തരേണ വിചാരം ചെയ്താൽ ഈ പ്രപഞ്ചം മുഴുവൻ. അതുകൊണ്ട് പറഞ്ഞതിനെ ഉപസംഹരിക്കുമ്പോൾ 12-ാം സ്കന്ധം 5-ാം അധ്യായം 13 ശ്ലോകങ്ങളാണ് ഉപദേശമായിട്ടുള്ളത്. അവിടെ അതിന് ബ്രഹ്മോപദേശം എന്ന് പേര്. ഉപക്രമം, ഉപസംഹാരം, അഭ്യാസം, അപൂർവത, ഫലം, അർത്ഥാവാദം, ഉപപത്തി, ഇതൊക്കെയാണ് ഒരു ഗ്രന്ഥത്തിൻ്റെ താല്പര്യം നിർണയിക്കുന്നതിനുള്ള ഘടകങ്ങൾ. ഇവിടെ ഉപക്രമ ഉപസംഹാരം പരിശോധിച്ചാൽ ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത് ബ്രഹ്മ പദത്തെ വിസ്തരിക്കും പ്രകാരമാണ്. ജന്മാദ്യസ്യ യതോന്വയാതിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട്ട് തേനേ ബ്രഹ്മ ഹൃദായ ആദി കവയേ മുഹ്യന്തിയത് സൂരയ എന്ന് പ്രപഞ്ച ഉത്പത്തിസ്ഥിതി ലയങ്ങൾക്ക് ആധാര സത്തയായി പരിലസിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച്, ആ പരബ്രഹ്മ തത്വത്തെ ഇതാ വന്ദിക്കുന്നു എന്ന മട്ടിൽ സത്യം പരം ധീമഹി, ആ പ്രകാരമാണ് ആരംഭം. അവസാനവും ബ്രഹ്മ പരാമർശമുണ്ട്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉപക്രമവും ഉപസംഹാരവും ബ്രഹ്മ തത്വത്തെയാണ് പ്രതിപാദിക്കുന്നതെന്ന് ഉറപ്പിക്കുന്നു. അഭ്യാസം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതൊക്കെ നിരവധി കഥകൾ വിസ്തരിച്ചിട്ടുണ്ടെങ്കിലും അതിലൊക്കെ അന്തസ്സാരമായിരിക്കുന്നത് ബ്രഹ്മതത്വം തന്നെ. എന്താണ് ശ്രീമദ് ഭാഗവതത്തിലെ അപൂർവത എന്ന് ചോദിച്ചാൽ, മറ്റ് ഏത് ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ അധ്യയനത്തിനും ആവശ്യം വേണ്ടുന്ന ഗുണവിശേഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് പലർക്കും അപ്രാപ്യമായിട്ട് തോന്നും. പക്ഷേ ശ്രീമദ് ഭാഗവതമാകട്ടെ ജനകീയമാണ് എന്ന് പറയണം. അധികാരി ചിന്തനം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ദുർഗുണങ്ങളുണ്ട് എന്ന് നമുക്ക് സങ്കടം തോന്നുന്നുവോ ആ ദുർഗുണങ്ങളെയൊക്കെ അനുവദിക്കുന്നു ഭാഗവതം എന്ന് കാണാൻ സാധിക്കും. ആ ദുർഗുണങ്ങളെ തന്നെ നാം അറിയാതെ സദ്ഗുണങ്ങളാക്കി പരിണമിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതിന് സമർത്ഥമാണ് ശ്രീമദ് ഭാഗവതം കഥകൾ. ഈ ഗ്രന്ഥത്തിൻ്റെ അപൂർവത ഇങ്ങനെ പല പ്രകാരത്തിലും പരിഗണിക്കാവുന്നതാണ്. വിഷയ അനുരാഗമുണ്ടെങ്കിൽ അത് ഭഗവത് അനുരാഗമാക്കി മാറ്റാൻ, ഭഗവത് ഭക്തിയാക്കി മാറ്റാൻ, വേണ്ടുന്ന വൈരാഗ്യം വളർത്തിത്തരാൻ ഒക്കെ ഭാഗവതത്തിന് സാമർഥ്യമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഫലമാകട്ടെ
നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിപത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഭുവി ഭാവുക എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ സകല വേദങ്ങളും ഫലിച്ചിരിക്കവേ അതിലെ സാരമാകുന്നു ഇവിടെ നാം നുകരുക. അതിൻ്റെ ഫലമാകട്ടെ മോക്ഷമാകുന്നു. പരീക്ഷിത് മഹാരാജാവിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചു എന്ന് ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇപ്പം ജന്മസാഫല്യം, ബ്രഹ്മസാക്ഷാത്കാരം, ഈശ്വര സായുജ്യം, അത് ഫലം. അർത്ഥാവാദപരമായിട്ട് അജാമിളൻ തൊട്ടുള്ളവരുടെയൊക്കെ കഥകളുണ്ട്. പല ഉദാഹരണങ്ങളും കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭക്തിയുടെയും വൈരാഗ്യത്തിൻ്റെയും ഒക്കെ മാഹാത്മ്യത്തെ ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നു. ദൃഷ്ടാന്തങ്ങളും ഒട്ടനവധി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ താല്പര്യ പരിശോധന നടത്തിയാൽ ശ്രീമദ് ഭാഗവതത്തിൽ ബ്രഹ്മതത്വമാണ് വിസ്തരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സർവ ഇതിഹാസാനം സാരം സാരം സമുദ്ധൃതം. ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്താണ്? സകല ഇതിഹാസങ്ങളിലെയും സാരവത്തായതെന്തോ അതിനെയാണ് ശേഖരിച്ച് പ്രകാശിതമാക്കിയിട്ടുള്ളത്. പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ സർവാധാര സ്വരൂപൻ്റെ ശ്രീനാരായണൻ്റെ വിഭൂതിയെ 7 ദിവസം കൊണ്ട് ആവും വിധമൊക്കെ ഞാൻ വർണ്ണിച്ചു എന്നാണ് ശുകബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറയുന്നത്. ആവും പോലെയൊക്കെ വർണ്ണിക്കാനേ സാധിക്കുള്ളൂ. കാരണം സാക്ഷാൽ ബ്രഹ്മാവിനാവട്ടെ അനന്തദേവനാകട്ടെ ഭഗവത് വൈഭവം വർണ്ണിച്ചു തീർക്കാൻ സാധ്യമാണോ എന്ന് ചോദിക്കുക. സാധ്യമല്ല എന്നതാണ് വസ്തുത. എങ്കിലും 7 ദിവസം കൊണ്ട് ആവുന്നയിടത്തോളം പറഞ്ഞിരിക്കുന്നു. സംസാര സിന്ധുമതി ദുസ്തരമുത്തിതീർഷോ നാന്യപ്ലവോ ഭഗവതഃ പുരുഷോത്തമസ്യ ലീലാകഥ കഥാരസ നിഷേവണമന്തരേണ പുംസോ ഭവേത് വിവിധ ദുഃഖ ഭവാർത്തിതസ്യ. പുംസോ ഭവേത് വിവിധ ദുഃഖ ഭവാർത്തിതസ്യ. പുരുഷന് വിവിധ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ എന്തുപായം എന്ന് അന്വേഷിക്കുമ്പോൾ ഭഗവാൻ വേദവ്യാസര് നിശ്ചയിച്ചിരിക്കുന്നു, ഋഷീശ്വരന്മാരൊക്കെ നിശ്ചയിച്ചിരിക്കുന്നു. സംസാര സിന്ധു, സംസാരമാകുന്ന സങ്കടസാഗരത്തെ, ഭയങ്ങളുടെയും പരിഭ്രമങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ സാഗരത്തെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നാന്യപ്ലവ, മറ്റൊരു തോണിയില്ല. ഭഗവതഃ പുരുഷോത്തമസ്യ, ഭഗവാൻ പുരുഷോത്തമൻ്റെ ലീലാവിശേഷങ്ങളുടെ വർണ്ണനമാകുന്ന തോണി, അതിൻ്റെ ശ്രവണം കൊണ്ട് തീർച്ചയായിട്ടും സംസാരത്തെ തരണം ചെയ്യാൻ സാധിക്കും എന്ന് പ്രസ്താവിക്കുന്നു. അതാണ് പരീക്ഷിത് മഹാരാജാവിന് ശുകബ്രഹ്മർഷി ഉപദേശിച്ചു കൊടുത്തത്. ഇതിൻ്റെ ഉപദേശക്രമത്തെ, പാരമ്പര്യത്തെ ഗ്രന്ഥാവസാനത്തിൽ സൂചിപ്പിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം അനുസരിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം സാക്ഷാൽ ശ്രീനാരായണ ഋഷിയിൽ നിന്ന് ബ്രഹ്മാവ് ശ്രവിച്ചു. ചതുശ്ലോകി ഭാഗവതമായിട്ട് ബ്രഹ്മാവ് ശ്രവിച്ചു. ആ ശ്രവിച്ചതിനെ ബ്രഹ്മാവിനെ സമീപിച്ച ശ്രീ നാരദർക്ക് ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്തു. നാരദരാകട്ടെ അത് ഭഗവാൻ വേദവ്യാസർക്ക് പറഞ്ഞു കൊടുത്തു. വേദതുല്യമായിട്ടുള്ള ഈ ശ്രീമദ് ഭാഗവത സാരം ശ്രവിച്ച പരീക്ഷിത് ശുകബ്രഹ്മർഷി ആവട്ടെ അത് പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്നു. അതാണല്ലോ സന്ദർഭം. ഇപ്പം ശുകബ്രഹ്മർഷി പറയാണ്, അച്ഛൻ എനിക്ക് വേദസാരമായിട്ടുള്ള ഭാഗവതത്തെ പറഞ്ഞു തന്നത് ഞാനിതാ അങ്ങേക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നു. ഇത് ഭാവിയിൽ ഇവിടെ കേൾക്കാനിരിക്കുന്ന സൂതൻ അദ്ദേഹം വീണ്ടും പ്രചരിപ്പിക്കും. അങ്ങനെ പ്രചരിപ്പിച്ചതാണ് ഇന്ന് ഇവിടെയും ചർച്ചയാവുന്നത് എന്ന് പറയാം. അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. മുടക്കമില്ലാതെ ഇത് സഹസ്രാബ്ദങ്ങളായിട്ട് പരികീർത്തിച്ചു വരികയാണ്. വിവിധ ഋഷീശ്വരന്മാരാലും ആചാര്യന്മാരാലുമൊക്കെ ഇത്
ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ശ്രീപതിയുടെ കഥയാണ് പ്രമേയം. ഇത് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഭയമുക്തി ഉറപ്പാണ്. എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം കേൾക്കേണ്ടത് എന്നൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. ആ പ്രകാരത്തിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയമുക്തി ഉറപ്പാണ്. അത്രാനുവർണ്യതേ ഭീഷ്ണം വിശ്വാത്മാ ഭഗവാൻ ഹരിഃ യസ്യ പ്രസാദജോ ബ്രഹ്മ രുദ്രക്രോധസമുദ്ഭവഃ. ഇവിടെ എന്താണ് വർണ്ണിച്ചിരിക്കുന്നത്? സാക്ഷാൽ ഹരിയുടെ. ആരാ ഈ ഹരി? ഹരിയിൽ ക്രോധഭാവം ഉദ്ഭവിച്ചപ്പോഴാണ് രുദ്രാദികളൊക്കെ ഉണ്ടായത്. ബ്രഹ്മാവിലൂടെ പ്രപഞ്ച സംഭവനത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ തുടക്കത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഇപ്രകാരം പ്രപഞ്ചത്തിൻ്റെ സത്വഭാവ പ്രകാശമായാലും ശരി, രജോഭാവ പ്രകാശമായാലും ശരി, തമോഭാവ പ്രകാശമായാലും ശരി, ഒക്കെ ഹരിയിൽ നിന്നാണ് സംഭവിച്ചത്. ആ ഹരി ചരിതമാണ് വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് പ്രമേയം? ബ്രഹ്മതത്വം, ഹരിതത്വം. ഇവിടെ ഉപദേശത്തിന് പശ്ചാത്തലമായ വിഷയം മരണമാണ്. പരീക്ഷിത്ത് മഹാരാജാവ് പരീക്ഷിത്തിനെ കുറിച്ച് പറയും, പരിതഃ ഈക്ഷതേ. ചുറ്റുപാടിനെയും നിരീക്ഷിക്കാൻ സാമർഥ്യമുണ്ടായിരുന്നു പരീക്ഷിത്തിന്. മുണ്ടകോപനിഷത്തിൽ ഒരു പ്രതിപാദനമുണ്ട്. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണഃ നിർവേദമായ നാസ്ത്യകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഃ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ലോകത്തെ പരീക്ഷിച്ചറിയുമ്പോൾ അവരിൽ വൈരാഗ്യം വളരും എന്നാണ്. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണഃ നിർവേദം ആയാത്. നിർവേദം വരണു. എന്താ നിർവേദത്തിൻ്റെ പ്രകൃതം, സ്വഭാവം? കിം പ്രജയ കിമനേന ധനേന. ഇതൊക്കെ കൊണ്ട് എന്താ കാര്യം എന്ന തോന്നൽ പ്രബലമായി വരും. ജീവിതത്തിൽ അർത്ഥകാമങ്ങൾക്ക് വേണ്ടി ഉത്സാഹിക്കേണ്ട എന്ന് ഒരു ആധ്യാത്മികതയും വിലക്കുന്നില്ല. പക്ഷെ അതിൻ്റെ നിരർത്ഥകത അറിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പോകാനുള്ള പ്രചോദനമുണ്ടാവും. ഇത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ അനുഗ്രഹമായിട്ട് സംഭവിക്കും. പരീക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ട പ്രകാരം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള പരീക്ഷത്തിനോട് ശുകബ്രഹ്മർഷി ബ്രഹ്മോപദേശമായിട്ട് പറയുന്നു. ഇത് നമ്മളെല്ലാവരും ശ്രീമദ് ഭാഗവതത്തെ പല പ്രാവശ്യം കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഉൾക്കൊണ്ട് ആവർത്തിച്ച് ഉറപ്പിക്കാൻ ഉത്സാഹിച്ചോളണം. ത്വം തു രാജൻ മരിഷ്യേതി പശുബുദ്ധിം ഇമാം ജഹി നജാത പ്രാഗഭൂതോദ്യ ദേഹവത്വം നങ്ക്ഷ്യസി. ഹേ രാജൻ, ഇപ്പോഴും അങ്ങേക്ക് ഞാൻ മരിച്ചു പോവുമെന്നുള്ള ചിന്തയുണ്ടോ? മരണസംബന്ധിയായ ചിന്ത ആർക്കാ ഉണ്ടാവുക? അത് പശുബുദ്ധിയാണ് എന്ന് ശുകബ്രഹ്മർഷി ചൂണ്ടിക്കാണിക്കുന്നു. ശരീര ഇന്ദ്രിയ മനോബുദ്ധികളിൽ താതാത്മ്യമുണ്ടാവുമ്പോഴാണ് അതിൻ്റെ അസ്ഥി വർദ്ധതേ, അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമത്തെ അപക്ഷീയതേ വിനശ്യതി മുതലായ വികാരങ്ങൾ. ഇതേത് പദാർത്ഥത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. സ്ഥായിയായിട്ട് ഒരു പദാർത്ഥവും നിലനിൽക്കുന്നില്ല. അത് പലതരത്തിലുള്ള പരിണതികളിലൂടെ മുന്നേറി ഒടുവിൽ വിഘടിച്ചു പോകും. കാരണം എല്ലാം സംഘാതമാണ്. സംഘാതം എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്ന് ഉണ്ടായതാണ്. അങ്ങനെ കൂടിച്ചേർന്ന് ഉണ്ടായതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതാവുക എന്നുള്ളത് അതിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടോ, ഡേറ്റ് ഓഫ് ഡെത്ത് എന്നുള്ളത് എസെൻഷ്യലാണ്, അനിവാര്യമാണ്. ജനന തീയതി ഉണ്ടെങ്കിൽ മരണം സംഭവിക്കാതെ വയ്യ. അങ്ങനെ അനിവാര്യമായ മരണം സംഭവിക്കുന്നത് പക്ഷേ ഏത് തലത്തിലാണ് എന്ന് നോക്കണം. ഏത് തലത്തിലാണ് മരണം സംഭവിക്കുന്നത്? ശരീരാദികളുടെ തലത്തിലാണ്. ത്വം തു രാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി. ഹേ രാജൻ, പരീക്ഷിത്തെ, ഞാൻ മരിക്കുമെന്നുള്ള ചിന്തയെ അങ്ങ് വെടിഞ്ഞാലും അത് പശുബുദ്ധിയാണ്. നേരത്തെ ഉണ്ടായി പിന്നീട് നിലനിന്ന് ഇതാ ഇല്ലാതാവാൻ പോകുന്നു എന്ന ദേഹസംബന്ധിയായ കാര്യത്തിൽ അങ്ങ് താതാത്മ്യപ്പെട്ട് തളരരുത് എന്ന് ഉപദേശിക്കുന്നു. സർപ്പഭീതി, അതാണല്ലോ
ഇവിടെ പ്രത്യേകം അഭിസംബോധന ചെയ്യപ്പെടേണ്ടത്, അഡ്രസ് ചെയ്യപ്പെടേണ്ടത്. കാലസർപ്പത്തിൻ്റെ ഭീതിയിലാണ് നമ്മളെല്ലാവരും. കാലാഹിന പരിഗ്രസ്തമാം ലോകവും, കാലമാകുന്ന അഹിയാൽ, സർപ്പത്താൽ ഈ ലോകം പരിഗ്രസിതമാണ്. എഴുത്തച്ഛൻ തുടർന്ന് പറയുന്നത്, ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു, എന്നിട്ടും പക്ഷേ അതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തതുകൊണ്ട്, ജാഗ്രതയില്ലാത്തതുകൊണ്ട് ഭോഗങ്ങളിൽ മുഴുകുകയാണ്. ഈ ഭോഗങ്ങളിൽ മുഴുകി എത്ര കാലം എന്ന് ചോദിക്കുക. കാലമാകുന്ന സർപ്പം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പരിണതികളിൽ പരമേശ്വരൻ്റെ ഭാഗധേയത്വം എന്താണ്? പരമേശ്വരൻ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കഠോപനിഷത്തിൽ അങ്ങനെ ഒരു പ്രതിപാദനമുണ്ട്. യസ്യ ബ്രഹ്മച ക്ഷത്രം ച ഉഭേ ഭവത ഓതനഃ മൃത്യുർയസ്യോപസേചനം കൈഥവേദ എത്ര സഹാൻ തുടരുന്നു. പറയണു, ബ്രഹ്മക്ഷത്രങ്ങളൊക്കെ ഹർഷവും അതുപോലെ രോഷവും ഇത്യാദി വികാരങ്ങളുടേതായ ഈ പ്രപഞ്ച സംഘാതം മുഴുവൻ ഉഭേ ഭവത ഓതന, പരമേശ്വരൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അതൊക്കെ ഊണുപോലെയാണ്. മൃത്യു, മരണമാകട്ടെ, യസ്യ ഉപസേചനം, തൊട്ട് നക്കാൻ ഒരു അച്ചാറ് പോലെയാണ് പരമേശ്വരന്. ആ പരമേശ്വരനാണ് എന്നിൽ ഹൃദയ അന്തര്യാമിയായി വർത്തിക്കുന്നത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതി. ഈ ബോധ്യത്തോടെ വർത്തിച്ചാൽ ലോകത്തിൻ്റെ നിത്യനിരന്തര പ്രയാണത്തെയും അതാത് സമയത്ത് സംഭവിക്കുന്ന ഓരോന്നിൻ്റെയും മരണത്തെയും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. യസ്യ ബ്രഹ്മച ക്ഷത്രം ച ഉഭേ ഭവത ഓതനഃ മൃത്യു യസ്യ ഉപസേചനം. മൃത്യു എന്നുള്ളത് തൊട്ട് നക്കാനൊരു സൈഡ് ഡിഷ് പോലെയാണ് ബ്രഹ്മത്തിന് എന്നാണ്. അപ്പം ആ തലത്തിലേക്ക് ഉയരാനാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. കാര്യത്തിന് മുൻപ് കാരണമുണ്ടായിരുന്നു. ഇതാണ് ശുകബ്രഹ്മർഷി ഉപദേശിച്ചതിൻ്റെ സാരം. എല്ലാ കാര്യങ്ങൾക്കും മുമ്പ് കാരണമുണ്ടായിരുന്നു, ആ കാരണത്തിന് മറ്റൊരു കാരണം. ഇങ്ങനെ അന്വേഷിച്ച് പോയാൽ ഒരു കാരണത്തിൽ എത്തിച്ചേരുന്നു, ബ്രഹ്മം. ആ കാരണത്തിൻ്റെ പ്രകൃതം എന്താണ്? അത് വേറൊരു കാരണത്തിൽ നിന്നുണ്ടായതല്ല. അതായത് ബ്രഹ്മം ഒരിക്കലും കാര്യമായിട്ട് മാറുന്നില്ല, അത് നിത്യകാരണമാണ്. വിവേക ചൂടാമണി എന്ന കൃതിയിൽ ശങ്കരാചാര്യർ പാടിത്തരും, ഏകമേവ സദനേക കാരണം കാരണാന്തര നിരാസ കാരണം കാര്യകാരണ വിലക്ഷണം സ്വയം ബ്രഹ്മതത്വമസി ഭാവയാത്മനി. നിത്യം ഇത് ഭാവന ചെയ്യൂ എന്ന് പറയുക. എന്താ ഭാവന ചെയ്യേണ്ടത്? ബ്രഹ്മതത്വമസി, ആ ബ്രഹ്മം നീയാണ് എന്ന് ഭാവന ചെയ്യണം. ഏത് ബ്രഹ്മം? ഏകമേവ സത്, ഏകമായ സത്സ്വരൂപം. അനേക കാരണം, അതാണ് സകലമാന പ്രപഞ്ചത്തിൻ്റെയും കാരണം. കാരണാന്തര നിരാസ കാരണം, അതിനൊരു കാരണം വേറെ ഇല്ല. അതുകൊണ്ടത് സകല കാരണങ്ങളെയും നിരസിക്കുന്നു. കാര്യകാരണ വിലക്ഷണം, അതിന് കാരണത്വവും ഒടുവിൽ കൽപ്പിക്കാൻ പറ്റില്ല. കാരണം അതിൽ നിന്ന് ഒന്നുണ്ടായി എന്നുള്ളത് വാസ്തവമല്ല. അതുകൊണ്ട് കാരണഭാവത്തെ നിഷേധിക്കുന്നു, കാര്യമല്ലാത്തത് കൊണ്ട് ആ ഭാവത്തെയും നിഷേധിക്കുന്നു. അങ്ങനെ ഒടുവിൽ കാര്യകാരണ വിലക്ഷണം സ്വയം ബ്രഹ്മതത്വമസി ഭാവയാത്മനി, ആ ബ്രഹ്മമാണ് എന്ന് ഭാവന ചെയ്യണം. ന ഭവിഷ്യസി ഭൂത്വാ ത്വം പുത്രപൗത്രാദിരൂപവാൻ ബീജാങ്കുരവദ്ദേഹാദേഹേ വ്യതിരിക്തോ യഥാ അനലഹ. എപ്രകാരമാണോ ഇന്ധനങ്ങളിൽ നിന്ന് അനലഹ വ്യതിരിക്ത, ദേഹാദേഹേ ത്വമപി വ്യതിരിക്ത, ഇന്ധനങ്ങളിൽ നിന്ന് അഗ്നി വേറിട്ട് നിൽക്കുന്നത് പോലെ ദേഹാദികളിൽ നിന്ന്
ഭവാൻ വേറിട്ട് നിൽക്കുന്നു. ദേഹാദികൾ ഉപാധികൾ മാത്രമാണ്, ദേഹാദികളല്ല താൻ. നിർവാണ ഷഡ്കമൊക്കെ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. ശരിക്കും അത് ആത്മാർത്ഥമായി ചൊല്ലി ഉറപ്പിക്കണം എന്ന് പറയുക. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണ നേത്രേ. ഇതൊന്നുമല്ല പിന്നെ ഞാൻ ആരാണ്? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അനലഹ യഥാ ത്വം ഭൂത്വാ പുത്രപൗത്രാദിരൂപവാൻ ബീജാങ്കുരവത് ന ഭവിഷ്യതി. പുത്രപൗത്രാദി പരമ്പരയാ അങ്ങേക്ക് ഉത്പത്തി സ്ഥിതി ലയങ്ങളുണ്ടോ? ഇല്ല എന്ന് പറയാം. തികച്ചും വ്യത്യസ്തമായ തത്വമാകുന്നു നമ്മിലെ ബോധം. ആ ബോധം ആത്മതത്വം, അത് ജഗദാധാരമായിട്ടുള്ള ബ്രഹ്മതത്വമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഈശജീവയോ വേഷധീഭിതാ സത്സ്വഭാവതോ വസ്തു കേവലം വേഷഹാനത സ്വാത്മദർശനം ഈശദർശനം സ്വാത്മരൂപത. ഭഗവാൻ രമണ മഹർഷിയുടെ പ്രശസ്തമായ ഈരടിയാണ് ഉപദേശസാരത്തിൽ. ഈശ്വരനും ജീവനും തമ്മിൽ വേഷത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്നാണ്. ജീവൻ കൊച്ചു ശരീരേന്ദ്രിയ മനോബുദ്ധികളാകുന്ന വസ്ത്രം അണിഞ്ഞിരിക്കുന്നു. ഈശ്വരൻ പ്രപഞ്ച വസ്ത്രത്തെ അണിഞ്ഞിരിക്കുന്നു. വസ്ത്രം മാറ്റിക്കഴിഞ്ഞാൽ വേഷഹാനത്ത, വേഷത്തെ നീക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒരേ തത്വം. ആ ഒരു ബോധ്യം നേടിയെടുക്കണം. പിതാ പുത്രേണ പിതൃമാൻ യോനിർ യോനൗ. ഈ പ്രകാരം പിതാവ് പുത്രനാൽ പിതൃമാനാവുന്നു. ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൻ്റെതായ പ്രയാണവും വാസ്തവത്തിൽ ജീവതത്വത്തിന് ഇല്ല തന്നെ. അത് വകതിരിച്ചറിയണം എന്നാണ് ഉപദേശിച്ചിരിക്കുന്നത്. സ്വപ്നേ യഥാ ശിരച്ഛേദം പഞ്ചത്വാദ്യാത്മനസ്വയം യസ്മാത് പശ്യതി ദേഹസ്യ തത ആത്മാ ഹി അചരോ അമരഃ. ദേഹാദിധർമ്മങ്ങളൊന്നും ഹേ പരീക്ഷിത്തെ ദയവ് ചെയ്ത് ആത്മാവിൽ ആരോപിക്കരുതേ. സ്വപ്നേ ആത്മനഃ ശിരച്ഛേദം. സ്വപ്നത്തിൽ ചിലപ്പോൾ സ്വന്തം ശിരച്ഛേദത്തെ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്വപ്നത്തിൽ കണ്ടാലും തഥാ ആത്മനഃ പഞ്ചത്വാദി, അതുപോലെയാണ് നമുക്ക് ശരീരാദികളെ സംബന്ധിക്കുന്ന താദാത്മ്യ ചിന്തയും സ്വപ്നം പോലെ മാത്രമാണ്. ഇത് ആവർത്തിച്ച് അഭ്യസിച്ച് ഓർമ്മിക്കണം. തതഃ ദേഹസ്യ ആത്മാ അചരഃ അമരഃ. ദേഹത്തിലുള്ള ആത്മതത്വം ജനിക്കാത്തതാണ്, ജരയില്ലാത്തതാണ്, അമരമാണ്. ഇത് മനസ്സിലായിക്കൊള്ളുക. ഘടേ ഭിന്നേ യഥാകാശഃ ആകാശസ്യാദ് യഥാ പുരാ ഏവം ദേഹേ മൃതേ ജീവ ബ്രഹ്മസമ്പദ്യത്തെ പുനഃ. മറ്റൊരു ദൃഷ്ടാന്തം ഉദാഹരണം പറയുന്നു. കുടത്തിലുള്ള ആകാശം, കുടത്തിനകത്തുള്ള സ്പേസ്. കുടം പൊട്ടിക്കഴിഞ്ഞാൽ അതിന് എന്ത് സംഭവിക്കുന്നു? അത് ഘടാകാശം, കുടത്തിലുള്ള ആകാശം മഹാകാശമായിട്ട് മാറുന്നു. അതിനർത്ഥം നേരത്തെ കുടമുണ്ടായിരിക്കുമ്പോഴും അത് മഹാകാശം തന്നെയാണ്, മഹാകാശം തന്നെയാണ്. പക്ഷെ അത് കുടവുമായിട്ട് ലിമിറ്റഡ് ആണ് എന്ന് ചിന്തിച്ചു പോകുന്നു. ഇതുപോലെയാണ് ജീവാത്മാവിൻ്റെ അവസ്ഥ. ഘടേ ഭിന്നേ യഥാ ആകാശഃ ആകാശസ്യാദ് യഥാ പുരഃ. ഘടം അല്ലെങ്കിൽ കുടം പൊട്ടിക്കഴിഞ്ഞാൽ എപ്രകാരമാണോ അതിനകത്തുള്ള ഘടാകാശം മഹാകാശമായിട്ട് മാറുന്നത്, ഇതുപോലെ ഏവം ദേഹേ മൃതേ ജീവഃ ബ്രഹ്മസമ്പദ്യത്തെ പുനഃ. ഈ ദേഹം അസ്തമിക്കുന്നതോടെ ജീവൻ ബ്രഹ്മഭാവത്തെ പ്രാപിക്കുന്നു. ഇത് തത്വബോധം നേടാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. മരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപ്രാപ്തി എന്ന് ഇതിനർത്ഥം കൽപ്പിച്ചുകൂടാ, മനസ്സിലാക്കിക്കൂടാ. ശങ്കരാചാര്യർ ഭജഗോവിന്ദം എന്ന കൃതിയിൽ നളിനീദളഗത ജലമതി തരളം തദ്വജീവിതമതിശയ ചപലം എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. അതായത് നളിനീദളം, താമര ഇതളിൽ പ്രവേശിച്ച ജലത്തുള്ളി പോലെ. അതിനെന്ത് സംഭവിക്കുന്ന? ഒരു കാറ്റടിക്കുന്ന സമയത്ത് അത് ഇളകുമ്പോൾ ആ
ജലത്തുള്ളി വീണ്ടും സമുദ്രത്തിൽ ലയിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശരീരത്യാഗം നടത്തിയാൽ പോരെ, മരിച്ചാൽ പോരെ എന്നൊരു ചോദ്യം. പോരാന്ന് പറയുക. കാരണം സ്ഥൂല ശരീരത്തെക്കാൾ നമ്മെ വളരെ സ്വാധീനിക്കുന്ന സൂക്ഷ്മ ശരീരമുണ്ട്. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ ചേർന്നതാണ്. അതും കൂടി നശിക്കണം എന്ന് പറയാം. അത് എളുപ്പത്തിൽ നശിക്കില്ല. അത് ജന്മജന്മാന്തരങ്ങളുടെ വാസനകളാൽ സ്വാധീനിക്കപ്പെടുന്നതും ജന്മജന്മാന്തരങ്ങൾക്ക് കാരണമാകുന്നതുമാണ്. അത് സാങ്കേതികമായിട്ട് കൂടുതൽ വിശകലനം ചെയ്ത് അറിയേണ്ട കാര്യമാണ്. പക്ഷെ ഇവിടെ എന്താ ഇത് പറയാൻ കാരണം? നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ശരീരേന്ദ്രിയ മനോബുദ്ധികൾക്കപ്പുറത്തുള്ള ബോധസത്തയെ സംബന്ധിച്ച് ഇത് ശരീരാദികളുമായിട്ട് ബന്ധമില്ല എന്ന് തിരിച്ചറിയണം. അതിനു വേണ്ടിയാണ് ഈ ഘടാകാശത്തിൻ്റെയും മഹാകാശത്തിൻ്റെയും ഉദാഹരണത്തെ ഉദ്ധരിച്ചത്. ഭഗവാൻ രമണ മഹർഷിയുടെ സദ്ദർശനത്തിൽ മൃത്യുഭീതിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. വളരെ മനനീയമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. മൃത്യുഞ്ജയം മൃത്യുഭിയാശ്രിതാനാം അഹം മതിർമൃത്യുമുപൈതി പൂർവം അതസ്വഭാവാതമൃതേഷു തേഷു കഥം പുനർമൃത്യുധിയോവകാശഃ എന്നാണ് ചോദ്യം. മൃത്യുഞ്ജയം മൃത്യുഭിയാ ആശ്രിതാനാം. മൃത്യുഭിയാ, മരണഭയമുണ്ടെങ്കിൽ മൃത്യുഞ്ജയനെ ആശ്രയിച്ചോളണം. മരണത്തെ ജയിച്ചവനെ വേണം ആശ്രയിക്കാൻ. ആരാണ് മരണത്തെ ജയിച്ചത്? ഭഗവാൻ പരമേശ്വരനാണ് എന്ന് പുരാണങ്ങളൊക്കെ പഠിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഓർമ്മിക്കാം. പക്ഷേ ആരാണ് ആ പരമേശ്വരൻ എന്ന് ആലോചിച്ച് പോയാൽ, കാലത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ കാലത്തെ അറിയുക എന്നാണ് അർത്ഥം. കാലസാക്ഷിയായ ആത്മസ്വരൂപമാണ് ആ പരമേശ്വരൻ, മൃത്യുഞ്ജയൻ. മൃത്യുഭിയ, മരണഭയത്തോടെ ആ മൃത്യുഞ്ജയനെ ഉപാസിച്ചാൽ അഹമ്മതിർ മൃത്യുമുപൈതി പൂർവം, അഹമ്മതി അതോടുകൂടി മൃത്യുവിനെ പ്രാപിക്കുന്നു. അഹമ്മതി എന്ന് പറഞ്ഞാൽ ശരീരാദികളിലുള്ള അഭിമാനം, കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധി, ഇതൊക്കെയാണ് അഹമ്മതി. അതിന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണത്തെ സംബന്ധിക്കുന്ന ചോദ്യം തന്നെ, ഭയം തന്നെ അപ്രസക്തമായി മാറുന്നു. ഇതാണ് മരണമുക്തിക്ക് തത്വോപദേശം ഉപായമായി ഉപദേശിക്കുന്നതിൻ്റെ ന്യായം. അങ്ങനെയുള്ള ഒരു ബോധ്യത്തിലേക്ക് ഉണരാനും ഉയരാനുമാണ് ശുകബ്രഹ്മർഷി ശ്രീമദ് ഭാഗവതം എന്ന മഹത് ഗ്രന്ഥത്തിലൂടെ പരീക്ഷിത്തിനെ ഇതുവരെ ഉപദേശിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഉപദേശം സംഗ്രഹിച്ച് ഇവിടെ എങ്ങനെ പറയുന്നു: മനസ്സൃജതി വൈദേഹാൻ ഗുണാൻ കർമാണി ചാത്മന തന്മനസ്സൃജതേ മായാ തതോ ജീവസ്യ സംസൃതി. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. മനുഷ്യൻ്റെ ബന്ധമോക്ഷങ്ങൾക്കൊക്കെ കാരണം മനസ്സാണ്. മനഃ സൃജതി വൈദേഹാൻ. മനസ്സിൻ്റെ കൽപ്പനകളാണ് ദേഹാദികളിലുള്ള താതാത്മ്യ ബുദ്ധിയൊക്കെ. മനസ്സാണ് ശരീരാദികളെ ആഹ്വാനം ചെയ്യുന്നതും രൂപകൽപ്പന ചെയ്യുന്നതും. അതിൻ്റെ വാസനയ്ക്കനുസരിച്ചാണ് കൺസ്ട്രക്ഷനും കൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഉണ്ടാവുന്നത്. പഞ്ചഭൂതങ്ങളൊക്കെ പ്രത്യേക പ്രകാരത്തിൽ ചേർന്ന് നമുക്ക് യുക്തമായൊരു ശരീരമായിട്ടൊക്കെ വന്നത് മനസ്സിലെ കൽപ്പനകൾക്കനുസരിച്ചാണ്. ഗുണാൻ കർമാണി ചാത്മന തന്മനസൃജതേ മായ തതോ ജീവസ്യ സംസൃതി. ഈ മനസ്സ് തന്നെയാണ് മായയായിട്ടും സ്വാധീനം ചെലുത്തുന്നത്. അതുകൊണ്ട് ആത്മനഃ ഗുണാൻ കർമാണി ദേഹാൻ, ഇതൊക്കെ മനഃ സൃജതി തന്മനഃ മായാ സൃജതേ തഥാ ജീവസ്യ സംസൃതി. മായയാണ് മനസ്സിൻ്റെ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് മായാ മോഹത്താലാണ് സംസാരം. അതുകൊണ്ട് മായാമുക്തിക്ക് വേണ്ടി ഭഗവാനെ ആശ്രയിച്ച്, മായാമാധവനെ ആശ്രയിച്ച് മുക്തി നേടാൻ ഉദ്യമിക്കൂ എന്നാണ് ആഹ്വാനം. ജ്ഞാനവൃത്തികളും ക്രിയാവൃത്തികളും ഒക്കെ ചേർന്ന്, അഹങ്കാരവൃത്തിയൊക്കെ ചേർന്ന്, നേരത്തെ ജഡഭരതൻ കൊടുക്കുന്ന ഉപദേശത്തിൽ ജഡഭരതൻ ഉപദേശിക്കുന്നുണ്ട് സംസാര ചക്രകൂടം. ഇത് വിവിധ വൃത്തികളെ കൊണ്ട് ഉണ്ടായതാണ്. രഘുഗണന് നൽകുന്ന ഉപദേശത്തിൽ സംസാര ചക്രകൂടത്തെ വർണ്ണിക്കുന്നുണ്ട്. ക്രിയാവൃത്തികളും ജ്ഞാനവൃത്തികളും അഹങ്കാരവൃത്തിയും ഒക്കെ ചേർന്ന്.
അപ്പം ഇതിനെയാണ് നമ്മൾ അതിക്രമിക്കേണ്ടത് എന്ന് പറയും. ഇതിനെ അതിക്രമിക്കാൻ ഉത്സാഹിച്ചോളണം. ശ്രീനാരായണ ഗുരുദേവന്റെ ജനനീ നവരത്ന മഞ്ജരി സ്തോത്രത്തിൽ ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസ്സിൽ മറയും എന്നിങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട്. കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ല അറിവഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണ് സൂര്യ സുകൃതി. സൂര്യയെ സംബന്ധിച്ച്, പണ്ഡിതനെ സംബന്ധിച്ച്, സുകൃതിയെ സംബന്ധിച്ച് മനോവൃത്തികളുടെ സ്വാധീനത്തിൽപ്പെട്ട് ആ വ്യക്തിപ്രഭാവം, തത്വപ്രഭാവം ചുരുങ്ങിപ്പോകുന്നില്ല, തളർന്നു പോകുന്നില്ല, തകർന്നു പോകുന്നില്ല. നമ്മുടെയൊക്കെ കാര്യത്തിൽ അത് സംഭവിക്കുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നമതു കണ്ടാടും അംഗമകവും. ഓരോരോ സമയത്ത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് തരുന്ന അറിവിനനുസരിച്ച് മനസ്സ് താതാത്മ്യപ്പെട്ട് കുരുങ്ങിപ്പോകുന്ന ദുരവസ്ഥയുണ്ട്. അങ്ങനെ നമ്മൾ ആകെ സംസാര ബന്ധത്തിലും ബന്ധനത്തിലും ഭയത്തിലും ദുഃഖത്തിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്നു. സൂര്യസുകൃതിയാവുക എന്ന് പറഞ്ഞാൽ ഈ മനോവൃത്തികളെയൊക്കെ അതിക്രമിച്ച് തത്വബോധത്തിൽ നിഷ്ഠയുള്ളവരായിരിക്കുക എന്നാണ് അർത്ഥം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം എന്നത് വിരിഞ്ഞു നിൽക്കുന്ന അദ്വൈത താമരയാകുന്നു. അതിലെ അദ്വൈതാമൃതം നുകർന്നു വർത്തിക്കുന്ന ആളാണ് സൂരി സുകൃതി. ആ സാക്ഷാത്കാരം ലക്ഷ്യമാക്കണം. സ്നേഹാധിഷ്ഠാനവർത്യാഗ്നി സംയോഗോ യാവതീയതേ തതോ ദീപസ്യ ദീപത്വമേവം ദേഹകൃതോ ഭവ രജസത്വതമോ വൃത്യാ ജായതേധ വിനശ്യതി. സ്നേഹാധിഷ്ഠാനവർത്തി അഗ്നിസംയോഗം. എണ്ണയും അതുപോലെ വിളക്കും തിരിയും ഒക്കെ സജ്ജമായിരിക്കവേ അതിൽ അഗ്നി സംബന്ധം ഉണ്ടാവുമ്പോൾ ദീപം ജ്വലിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാവുന്നു. ഇതുപോലെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവാവസ്ഥ. ശരീരവും അതുപോലെ തന്നെ പലതരത്തിലുള്ള വൃത്തിവിശേഷങ്ങളും എല്ലാം തമ്മിൽ ചേർന്ന് നിൽക്കുമ്പോൾ ദേഹം കൃത ഭവഹ, ദേഹ സംബന്ധിയായിട്ടുള്ള സംസാരം സംഭവിക്കുന്നു. ഇതൊക്കെ ചേർന്ന് താതാത്മ്യ ബുദ്ധി കൊണ്ട് ഇണക്കി വെച്ചിരിക്കുമ്പോഴാണ് ജീവാത്മഭാവമൊക്കെ. എണ്ണ വറ്റിയാൽ, തിരി കത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ദീപപ്രോജ്വലനമില്ല. ഇതുപോലെ ജീവൻ മുക്തി സാധ്യമാകും എന്നിവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പം എണ്ണയാകുന്ന കർമ്മമാണ്. എണ്ണയുടെ സ്ഥാനത്ത് നമ്മളിലെ ജന്മജന്മാന്തര വാസനകളാണ്, കർമ്മമാണ്. ഈ ശരീരമാണ് തിരി. അധിഷ്ഠാനമാകട്ടെ മനസ്സാകുന്നു. അഗ്നി സംയോഗം എന്ന് പറയുന്നത് ചൈതന്യത്തിൻ്റെതായ അധ്യാസമാണ്. അങ്ങനെയാണ് ജീവാത്മാവ് സംഭവിച്ചിരിക്കുന്നത്. അതിനെ അതിക്രമിക്കാൻ വേണ്ടി ഉപദേശിക്കുന്നു. എങ്ങനെയായി ഇതിനെ അതിക്രമിക്കുക? ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ലത് കണ്ടുപോയിടേണം. അതിനെ മനസ്സിരുത്തുകയാണ് വേണ്ടത്. സകലമാന ചിന്തകളും പ്രവൃത്തികളും വാക്കുകളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഉറ്റുപാർത്ത് നിൽക്കുന്ന ആത്മജ്യോതിസിനെ സാക്ഷാത്കരിച്ചാൽ പിന്നെ ഇതൊന്നും ഒരു വിഷയമേ അല്ല. അത് ശ്രദ്ധിക്കുക. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ ഞാനാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുക. ഇതൊക്കെ ശ്രീമദ് ഭാഗവതാദികൾ കേട്ട ശേഷം ഉണ്ടാകുന്ന വൈരാഗ്യ അവസ്ഥയിൽ ഭക്തിയുടെ നിറവിൽ വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മോപദേശത്തോടുകൂടി പരീക്ഷിത് മഹാരാജാവ് തൻ്റെ ഉപദേശം അവസാനിപ്പിക്കുന്നത്. ന തത്രാത്മാ സ്വയം ജ്യോതിർ യോ വ്യക്താവ്യക്തയോ പര ആകാശ ഇവ ച ആധാരോ ധ്രുവോനന്തോപമസ്മൃതഃ. വീണ്ടും സർവാതീതമാണ് ആത്മജ്യോതിസ്. അത് സ്വയം പ്രകാശസ്വരൂപമാണ്. അത് സകലതിനും ആധാരമാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് പരീക്ഷത്തിനുള്ള
അവസാന നിർദ്ദേശം കൊടുക്കുന്നു. എന്താ നിർദ്ദേശം? ഏവമാത്മാനമാത്മസ്ഥം ആത്മനൈവാമൃഷ പ്രഭോ ബുദ്ധ്യാനുമാനഗർഭിണ്യാ വാസുദേവ അനുചിന്തയാ. ഏവം ഇപ്രകാരം ആത്മാനം ആത്മതത്വത്തെ, ആത്മസ്ഥം ശരീരേന്ദ്രിയ മനോബുദ്ധികളിൽ ഇപ്പോൾ പ്രതിഷ്ഠിതമായിട്ടുള്ള ജീവഭാവത്തെ, അതിനെ ശ്രദ്ധിക്കുക, ആ ചൈതന്യത്തെ. ബുദ്ധിയ അനുമാനഗർഭിണ്യാ, ബുദ്ധി കൊണ്ട്, അനുമാനഗർഭിണ്യാ ബുദ്ധിയ ആമൃഷ, വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കൂ എന്ന് പറയുക. അനുമാന സാമർഥ്യമുണ്ട് ബുദ്ധിക്ക്. അങ്ങനെ അനുഗ്രഹീതമായ ബുദ്ധി ശാസ്ത്രാചാര്യ പ്രസാദം കൊണ്ടും ധന്യമായി കഴിഞ്ഞാൽ ഈ വിചാരം സുഗമമായി നടക്കും, സംശയമൊന്നുമില്ല. അനവധി ഭാഗവത സപ്താഹങ്ങളും സത്രങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഈ ഒരു കഴിവ് നമ്മൾ അറിയാതെ തന്നെ ഉണരും, സംശയമില്ല. അതിനുവേണ്ടി നമ്മൾ ഉത്സാഹിക്കണം എന്നേ ഉള്ളൂ. ദൃഗ്ദൃശ്യ വിവേകം, ഇത് ചെയ്യാൻ ഉദ്യമിക്കൂ. വാസുദേവ അനുചിന്തയാ, വാസുദേവൻ്റെ നിരന്തര ചിന്തയോടുകൂടി. വാസുദേവൻ എന്ന് പറഞ്ഞാൽ വസന്തി അസ്മിൻ സർവം ഇതി വസു, സകലതും യാതൊരാധാരത്തിൽ വർദ്ധിക്കുന്നു, അതിനെയാണ് വസു എന്ന് പറയുക. അത് സ്വപ്രകാശ സ്വരൂപനായതുകൊണ്ട് ദേവൻ. അപ്പോൾ വാസുദേവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചിന്തനമാണ്. ഈ ബ്രഹ്മചിന്തനത്തെ ചെയ്തിട്ട് ബ്രഹ്മചിന്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബാഹ്യലോകത്തെ വിശകലനം ചെയ്യൂ. ഏവമാത്മാനമാത്മസ്ഥം ആത്മനൈവ ആമൃഷ പ്രഭോ ബുദ്ധിയാനുമാനഗർഭിണ്യ വാസുദേവാനുചിന്തയ, വാസുദേവ അനുചിന്ത കൊണ്ട് ഇതിങ്ങനെ ചെയ്യൂ. ഇതാണ് ഭാഗവതത്തിൽ മറ്റൊരിടത്ത് ഉപദേശിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രകാരത്തെ അനുസരിച്ച് ഇനി ഉപദേശമാണ്. എന്താ ഉപദേശം? ഒരു തക്ഷകൻ വരും എന്നുള്ളതല്ലേ വിഷയം. ചോദിതോ വിപ്രവാക്യേന നത്വം ധക്ഷ്യതി തക്ഷകഃ മൃത്യവോ നോപധക്ഷ്യന്തി മൃത്യൂനാം മൃത്യുമീശ്വരം. ചോദിതോ വിപ്രവാക്യേന, ബ്രാഹ്മണ ശാപം കൊണ്ട് തക്ഷകൻ വരട്ടെ. നത്വാം ധക്ഷ്യതി തക്ഷകഃ, അങ്ങനെ ഒരു തക്ഷകൻ വന്ന് അങ്ങേ കടിക്കുക എന്നുള്ള സംഭവം ഇല്ല തന്നെ. മൃത്യവോനോപധക്ഷ്യന്തി, മൃത്യുവിന് പോലും അങ്ങയെ സ്പർശിക്കാൻ സാധിക്കില്ല. കാരണം അങ്ങ് മൃത്യൂനാം മൃത്യുമീശ്വരം, മരണഹേതുക്കളുടെ തന്നെ നാശകാരിയാണ് ഭവാൻ. അങ്ങനെയുള്ള ആത്മതത്വമാണെന്ന് വകതിരിച്ചറിഞ്ഞ് നിരന്തരം ചിന്തിക്കൂ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിലോ തക്ഷകന്റെ ദംശനം എന്നത് അസംഭാവ്യമാവുന്നു. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷൻ ആത്മാനം ആത്മന്യാധായ നിഷ്കളേ ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിഷാനനൈ ന ദ്രക്ഷ്യസി ശരീരം ച വിശ്വം ച പൃഥഗാത്മനഃ. 12ാം സ്കന്ധത്തിൻ്റെ പ്രമേയം സ ആശ്രയ പരം ബ്രഹ്മ, ആശ്രയം എന്നുള്ളതാണ്. ഏതാണ് പരമമായ ആശ്രയം? അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്കും ആശ്രയമായിരിക്കുന്നത് ബ്രഹ്മതത്വമാണ്. ആ തത്വത്തിൽ സർവം ഖലു ഇദം ബ്രഹ്മ എന്ന ബോധ്യത്തിൽ വിലീനരാവുക. ഇതാണ് ഈ സ്കന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചമേതു സമാസേന പരബ്രഹ്മോപദേശത രാജ്ഞ തക്ഷക സന്ദർശാത് മൃത്യുഭീതി നിവാരണം. മൃത്യുവിനെ അതിക്രമിക്കാൻ, തക്ഷകൻ കടിക്കുന്നതിൽ നിന്നുള്ള മുക്തി, കാലസർപ്പ ദംശനത്തിൽ നിന്നുള്ള മോചനം. ഇതാണ് ഈ സ്കന്ധത്തിൻ്റെയും ഈ അധ്യായത്തിൻ്റെയും പ്രത്യേകത. ഇത് പഠിക്കുന്നവർക്കും ശ്രവിക്കുന്നവർക്കും ഒക്കെ മൃത്യു ഭയ മുക്തിയാണ് ഫലം നിർദ്ദേശിച്ചിട്ടുള്ളത്, നിശ്ചയിച്ചിട്ടുള്ളത്. ആ ഫലത്തിന് നമ്മളൊക്കെ അധികാരികളാവട്ടെ. എന്താ ചിന്തിക്കേണ്ടത്? അഹം ബ്രഹ്മ, ഞാൻ ബ്രഹ്മമാകുന്നു. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ യതോ വായുമാനി ഭൂതാനി ജായന്തി യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി.
യാതൊന്നിൽ നിന്ന് സകലമാന പ്രപഞ്ചവും സംഭവിച്ചുവോ, യാതൊന്നിനെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നു, ആത്യന്തികമായിട്ട് യാതൊന്നിലേക്കെല്ലാം വിലയിക്കുന്നുവോ, ആ ബ്രഹ്മം ഞാനാണ്. അഹം ബ്രഹ്മ പരം ധാമ. ഇതിലേക്കാണ് സകല നദികളും സമുദ്രത്തിലേക്ക് എന്ന പോലെ പ്രപഞ്ചം മുഴുവനൊടുവിൽ വിലയിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ധാമം, എബോർഡ്, അത് ബ്രഹ്മമാകുന്നു. ബ്രഹ്മാഹം പരമം പദം, ആ പരബ്രഹ്മ തത്വമാണ് ഞാനെന്ന് സമീക്ഷൻ, നിത്യനിരന്തരം വിചാരം ചെയ്ത് ഉറപ്പിച്ചിട്ട് ആത്മനം ആത്മനി ആദായ നിഷ്കളെ, അങ്ങനെ ആത്മതത്വത്തിൽ ഉറച്ചിരിക്കുക. മനോബുദ്ധികളൊക്കെ ഈ ആത്മതത്വത്തിൽ ഉറപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ ദശന്തം തക്ഷകം പാതേ ലേലിഹാനം വിഷാനനൈ, തുടർന്ന് തക്ഷകൻ വരട്ടെ, എന്നിട്ട് കടിക്കട്ടെ, വിവിധ വിഷബാധ അത് ബാധിക്കട്ടെ, പക്ഷെ അതൊന്നും തന്നെ അങ്ങയുടെ ആത്മാവിനെ ബാധിക്കുന്നില്ല. എന്താ കാരണം? ന ദ്രക്ഷ്യസി ശരീരം ച വിശ്വം ച പൃഥക് ആത്മനഃ. ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശരീരമാകട്ടെ, തക്ഷകനാകട്ടെ, തക്ഷക ദംശനമാകട്ടെ ഒന്നുമില്ല. ആകെയുള്ളത് ഈ പരമാത്മ ചൈതന്യം മാത്രം. എപ്രകാരമാണോ ഒരു ഊർജ തന്ത്രജ്ഞൻ, ഫിസിസിസ്റ്റ്, വൈവിധ്യമാർന്ന പ്രപഞ്ചത്തെ കാണുമ്പോഴും അതിനാധാരമായിട്ട് എനർജി മാത്രമാണ് എന്ന് കാണാൻ സമർത്ഥനായിരിക്കുന്നത്, ഇതുപോലെയുള്ള ദർശനമാണ് രാഗദ്വേഷരഹിതമായി പ്രപഞ്ച ആധാരത്തെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ ഒരു ലീല മാത്രം. ഇവിടെ ഭയപ്പെടാനൊന്നുമില്ല. ഇവിടെ മരണം എന്ന ഒരു ദുരന്തവും ഇല്ല തന്നെ. നിത്യനിരന്തര ഭൂതഭൗതിക പദാർത്ഥജാലത്തിൻ്റെ പ്രയാണം അതൊരു ലീലയായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. അതിന് ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. തക്ഷകൻ വരട്ടെ രാജാവേ, അതിൻ്റെ വിവിധ മുഖങ്ങളെ കൊണ്ട് അങ്ങേ പലപാട് ദംശിച്ചു കൊള്ളട്ടെ, പക്ഷെ അതൊന്നും തന്നെ അങ്ങേ ബാധിക്കുകയേ ഇല്ല. ഏതത്തെ കഥിതം താത യഥാത്മാ പൃഷ്ടവാൻ നൃപ ഹരേർ വിശ്വാത്മനശ്ചേഷ്ടാം കിം ഭൂയ ശ്രോതുമിച്ഛസി. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഹേ മഹാരാജൻ. ഇനി വല്ലതും അങ്ങേക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? ഹരേ ഹേ വിശ്വാത്മനഃ ചേഷ്ടാം. ഹരിയുടെ, പ്രപഞ്ചാത്മാവായ പ്രഭുവിൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വർണ്ണിച്ചു കഴിഞ്ഞു. ഇനി എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുക. ഈ ഹരിയുടെ ലീലാവിലാസങ്ങൾ അറിഞ്ഞാൽ എന്താ ഗുണം? ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ ഭഗവാൻ പറയും, ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. എൻ്റെ ജന്മകർമ്മങ്ങളെ അറിയുന്ന ആള് പിന്നെ മരണശേഷം ജന്മാന്തരത്തെ പ്രാപിക്കുന്നില്ല, മറിച്ച് എന്നെ പ്രാപിക്കും എന്ന്. എന്താണ് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ജന്മവും ദിവ്യമായിട്ടുള്ള കർമ്മവും? 3-ാം അധ്യായത്തിൽ തന്നെ ഭഗവാൻ വിസ്തരിക്കുന്നുണ്ട്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ. അതാണ് ഭഗവാന്റെ ദിവ്യകർമ്മം. സജ്ജനങ്ങളെയൊക്കെ രക്ഷിക്കുക, ദുർജനങ്ങളെ ശിക്ഷിക്കുക, തിരുത്തുക, ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുക. എന്താ ഭഗവാന്റെ ജന്മം? അചോപി സന്ന വ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ. ജനിക്കാത്തവനെങ്കിലും, ശരീരം ധരിക്കാത്തവനെങ്കിലും, ഭൂതജാലങ്ങളുടെ അധിപനാണെങ്കിലും, ജാത ഇവ ദേഹവാൻ ഇവ, ദേഹം ധരിച്ചവനെ പോലെ, ജനിച്ചവനെ പോലെ, ലോക നന്മയെ ചെയ്യുന്നവനെ പോലെയൊക്കെ പരിലസിക്കുന്നു. വാസ്തവത്തിൽ ഇതൊന്നും ഇല്ലതാൻ. ഈ ഒരു ദിവ്യമായ ജന്മത്തെയും കർമ്മത്തെയും ഭഗവാന്റെ ജന്മകർമ്മത്തെ അറിഞ്ഞാൽ വാസ്തവത്തിൽ നാം നമ്മുടെ തന്നെ ജന്മകർമ്മത്തെയാണ് അറിയുന്നത്, നമ്മുടെ സ്വരൂപത്തെ തന്നെയാണ് അറിയുന്നത്. അതുകൊണ്ട് പിന്നെ ബന്ധനം ഉണ്ടാവുന്നില്ല, ഭയമുക്തി അത് അനുഗ്രഹമായിട്ട് സംഭവിക്കും. ഇപ്രകാരം വിഷ്ണുരാധനോട് ശുകബ്രഹ്മർഷി പറഞ്ഞു എന്നാണ്. ഈ വിഷ്ണുരാധൻ എന്നുള്ള പേര് വളരെ ശ്രദ്ധേയമാണ്. വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ എന്നാണ് വിഷ്ണുരാധൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. വിഷ്ണുരാധൻ എന്ന് പരീക്ഷിത രാജാവിന് പേര് വരാൻ എന്താ കാരണം? ഗർഭസ്ഥ ശിശുവായിരിക്കെ അശ്വത്ഥാമാവ് പ്രയോഗിച്ച ബ്രഹ്മാസ്ത്ര ബാധയിൽ ആകെ ദഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഉത്തര ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നത്. ഗർഭം രക്ഷിക്കണമെന്നേ പ്രാർത്ഥിച്ചുള്ളൂ.
എന്താ കാരണം? പാണ്ഡവ വംശം സംരക്ഷിക്കപ്പെടണം എന്ന്. ഈ സമയത്ത് ഭഗവാൻ സൂക്ഷ്മരൂപിയായി ചെന്ന് ഗർഭപാത്രത്തിൽ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിച്ചു എന്നാണ്. ആ അങ്കുഷ്ഠമാത്ര പുരുഷനെ പുറത്തൊക്കെ അന്വേഷിച്ച് നടന്നിരുന്നു. അതുകൊണ്ടാണ് പരീക്ഷിത്ത് എന്ന് പേര് വന്നത്. വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് വിഷ്ണുരാധൻ. ഇപ്പോഴിതാ ശരീരത്തിൻ്റെ മരണം ആസന്നമായിരിക്കവേ വിഷ്ണു തത്വം തന്നെ ശുഗബ്രഹ്മർഷിയാൽ പറയപ്പെട്ട ഭാഗവതം കൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് രക്ഷപ്പെടുന്നു. അതുകൊണ്ട് വിഷ്ണുരാധൻ എന്നുള്ളത് എല്ലാ പ്രകാരത്തിലും സാർത്ഥകമായി. ഏതന്നിശമ്യ മുനിനാഭിഹിതം പരീക്ഷിത് വ്യാസാത്മന നിഖിലാത്മദൃശാസമേന തത്പാദമൂലമുപസൃത്യ നതേന മൂർധ്ന ബദ്ധാഞ്ജലിത്തമിതമാഹ സവിഷ്ണുരാതഃ. ഇപ്രകാരം ശുഗബ്രഹ്മർഷിയാൽ പറയപ്പെട്ട വിഷ്ണുരാധൻ. ശുഗബ്രഹ്മർഷി ഇനി എന്തെങ്കിലും കേൾക്കാനുണ്ടോ? മഹാരാജാവേ, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. മൃത്യുഭയമുക്തിക്കുള്ള ഉപായം പറഞ്ഞു, ജന്മമുക്തിക്കുള്ള ഉപായം പറഞ്ഞു. തക്ഷകൻ വന്നാലും കടിച്ചാലും ഒന്നും അങ്ങേക്ക് അതൊന്നും വേറിട്ടല്ല, എല്ലാം ഒരേ സത്യത്തിൻ്റെ തന്നെ ബഹുപ്രകാരത്തിലുള്ള നൃത്തം. അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലേ? ഇതിന് രാജാവ് മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മനാ ശ്രാവിതോ യച്ഛമേ സാക്ഷാത് അനാദിനിധനോ ഹരിഹി. ഞാൻ തീർച്ചയായിട്ടും സിദ്ധനായിരിക്കുന്നു. അറിയേണ്ടത് അറിഞ്ഞ് നേടേണ്ടത് നേടിയവനായി. അറിയേണ്ടത് അറിയുന്നത് തന്നെയാണ്, നേടേണ്ടത് നേടൽ. ഇവിടെ സിദ്ധസ്യ സിദ്ധിയാണ്. സിദ്ധസ്യ സിദ്ധി എന്ന് പറഞ്ഞാൽ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദി അക്കംപ്ലിഷ്ഡ്. ആത്മതത്വം എന്നുള്ളത്, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് പുതുതായ ഒരു സംഭവമൊന്നുമല്ല. ഞാൻ ആത്മാവാണെന്നുള്ള വാസ്തവം വിസ്മരിച്ചു പോയി, മറ്റു പലതുമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. അത് രണ്ടും നീങ്ങിയപ്പോൾ മിഥ്യാധാരണയെ അതിക്രമിച്ചു, അജ്ഞാനത്തെ ജയിച്ചു, ആത്മസ്വരൂപമാണെന്നുള്ള ജ്ഞാനം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ സിദ്ധ അസ്മി, ഞാൻ സിദ്ധനായിരിക്കുന്നു. അനുഗൃഹീത, ഭഗവാനെ അവിടുത്തെ ഉപദേശം കൊണ്ട് ഞാൻ അനുഗൃഹീതനായിരിക്കുന്നു. ശ്രാവിതോ യച്ഛമേൻ സാക്ഷാത് അനാദിനിധനോ ഹരിഹി. അങ്ങ് അപാര കാരുണ്യം കൊണ്ട് പരമപുരുഷൻ്റെ ചരിതം എന്നെ കേൾപ്പിച്ചുവല്ലോ. നാത്യദ്ഭുതമഹം മന്യേ മഹതാമച്യുതാത്മനാം അജ്ഞേഷു താപതപ്തേഷു ഭൂതേഷു യദനുഗ്രഹഃ. ഉത്തമ ശ്ലോകനായ ഹരിയുടെ കഥ വർണ്ണിക്കാൻ മഹജ്ജനങ്ങൾക്ക് എന്താ ഇത്രയൊരു ആവേശം? അതവരുടെ പ്രകൃതമാണ്. അവർ കരുണാത്മാക്കളായതുകൊണ്ട്. അതുകൊണ്ട് അങ്ങ് എൻ്റെ ഈ ദുരവസ്ഥയിൽ എനിക്ക് ഉപദേശം തന്നു എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അജ്ഞന്മാരിൽ, ദുഃഖിതരിൽ, ഭയചകിതരിൽ മഹാത്മാക്കൾക്ക് എന്നും കാരുണ്യമാണ്. അതുകൊണ്ടാണ് എന്നെ ഉദ്ധരിക്കാൻ വേണ്ടി ഈ ഉപദേശത്തെ തന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. ഹേ ഭഗവാനെ, ഇനി എനിക്ക് തക്ഷകന്റെ വരവിനെ സംബന്ധിച്ചോ അതെന്നെ കടിക്കുന്നതിനെ സംബന്ധിച്ചോ അത് സംബന്ധിച്ചുള്ള മരണത്തെ ചൊല്ലിയോ യാതൊരു വ്യാകുലതയുമില്ല. ന ബിഭേമ്യഹം, എനിക്കിനി ഭയമില്ല. പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം, ഞാൻ ബ്രഹ്മനിർവാണത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ്. ശരീരേന്ദ്രിയ മനോബുദ്ധികൾക്ക് അപ്പുറത്ത് പരിലസിക്കുന്ന തത്വമാണ്. ജാഗ്രസ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായ സംവിദുജൃംഭതേ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോതാ ജഗത്സാക്ഷിണി സൈവാഹം. യാതൊന്നാണോ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥാത്രയത്തിലും സാക്ഷി സ്വരൂപേണ പരിലസിക്കുന്നത്, യാതൊന്നാണോ ബ്രഹ്മാവ് മുതൽ ഇങ്ങേ അറ്റ പുൽക്കൊടി വരെയുള്ള സകല ഉപാധികളിലും ജീവഭാവത്തിൽ പരിലസിക്കുന്നത്, ആ ബ്രഹ്മമാണ് ഞാനെന്ന് മനസ്സിലായി. പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം, അത് തന്നെയാണ് അഭയം. രണ്ടൊന്നില്ലാത്ത അവസ്ഥ അദ്വൈതം. അദ്വൈതമേവ അഭയം.
അദ്വൈതത്തിലാണ് അഭയം, രണ്ടൊന്നില്ലാത്ത അവസ്ഥയിൽ ആ അഭയത്തെ ഞാൻ പ്രാപിച്ചു. ദർശിതം ത്വയ, ഇത് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധിച്ചതാണ്, ഗുരുകാരുണ്യം കൊണ്ട് സാധിച്ചതാണ്. അനുജാനീഹി മാം ബ്രഹ്മൻ വാചം യച്ഛാമ്യധോക്ഷജേ മുക്തകാമാശയം ചേത പ്രവേശ്യ വിസൃജാമ്യസൂൻ അജ്ഞാനം ച നിരസ്തം മേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാ ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവതഃ പദം. അനുജാനീഹി മാം, ഇനി എനിക്ക് അനുജ്ഞ തന്നാലും അനുവാദം തന്നാലും പ്രഭു, ഞാനിനി എന്ത് ചെയ്യാൻ പോവുകയാണ്? സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവുകയാണ് കംപ്ലീറ്റ് ആയിട്ട്. വാചം യച്ഛാമി അധോക്ഷജേ, ഞാനെല്ലാം പിൻവലിച്ച് ആ പരബ്രഹ്മ സ്വരൂപത്തിൽ നിഷ്ഠയോടെ വർത്തിക്കാൻ പോവുകയാണ്. മുക്തകാമാശയശ്ചേത, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അസ്തമിച്ചു, ചിന്തകളും വ്യാകുലതകളും ഒക്കെ അസ്തമിച്ചു. അങ്ങനെ മുക്താശയനായി ഞാൻ ചേതഃ പ്രവിശ്യേ വിസൃജാമി അസൂൻ, ആ ബ്രഹ്മതത്വത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. എന്നിട്ട് അസുക്കളെ, പ്രാണങ്ങളെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. അജ്ഞാനം ച നിരസ്തം മേ, ഞാൻ ആരാണ് എന്ന നിലയിലുള്ള എൻ്റെ അജ്ഞാനം, നോൺ അപ്രിഹെൻഷൻ ഓഫ് ദി റിയാലിറ്റി, സത്യത്തെ സംബന്ധിക്കുന്ന അറിവില്ലായ്മ, അത് നീങ്ങി. അത് നീങ്ങിയതോടുകൂടിയോ മിഥ്യാജ്ഞാനവും നഷ്ടമായി. മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞാൽ മിസ്അപ്രിഹെൻഷൻ, തത്വത്തെ തത്വമെന്ന് കാണാതിരിക്കുമ്പോൾ അതിനെ പലതായി കാണുന്നു. ഇതാണ് മായയുടെ രണ്ട് സ്വാധീനങ്ങൾ. മായ കൊണ്ട് ഇത് രണ്ടും സംഭവിക്കുന്നു. സ്വരൂപം അറിയാതിരിക്കുക, മറ്റു പലതുമുണ്ട് എന്ന് തോന്നുക. ഇത് രണ്ടും ഞാൻ അതിക്രമിച്ചിരിക്കുന്നു. ജ്ഞാനവിജ്ഞാന നിഷ്ഠയ, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ലഭിച്ച ജ്ഞാനം കൊണ്ട് അത് വിജ്ഞാനമായ അനുഭവമായി എന്നിൽ പരിലസിക്കുന്നു. പ്രഭോ ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവതഃ പദം, അങ്ങയാൽ കാണിക്കപ്പെട്ട ആ ഭഗവാന്റെ പാദത്തെ അതെനിക്ക് ബോധ്യമായി പ്രഭോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഇത്യുക്തസ്തമനുജ്ഞാപ്യ ഭഗവാൻ വാദരായണി ജഗാമ ഭിക്ഷുഭിസ്സാകം നരദേവേന പൂജിതഃ. പരീക്ഷിത് മഹാരാജാവ് പൂജിച്ചു, നമസ്കരിച്ചു. ഈ സമയത്ത് ശുകബ്രഹ്മർഷി, ആട്ടെ മഹാരാജാവേ, ഇനി അങ്ങയ്ക്ക് സമാധിസ്ഥനാവാം എന്ന് അനുവാദം നൽകി വന്നതുപോലെ തന്നെ തിരിച്ചുപോയി. അപ്പോൾ ഒപ്പം പല ഋഷീശ്വരന്മാരും സന്നിഹിതരായവർ അവർ എണീറ്റുപോയി. ആർക്കും ആരോടും പ്രത്യേകിച്ചൊന്നും പറയാനും ചെയ്യാനൊന്നും ഇല്ല എന്ന് പറയുക. ചെയ്യേണ്ടത് ചെയ്തു, പറയേണ്ടത് പറഞ്ഞു, അറിയേണ്ടത് അറിഞ്ഞു, നിഷ്ഠ കിട്ടി, അനുജ്ഞ കൊടുത്തു. ശുകബ്രഹ്മർഷി കാറ്റുപോലെ തിരിച്ചുപോയി, നിർമ്മമനായി തിരിച്ചുപോയി. പരീക്ഷിത് മഹാരാജാവാകട്ടെ പരീക്ഷിതപിരാജർഷി ആത്മന്യാത്മനാത്മനാ സമാധായ പരം ദധ്യോ അസ്പന്ദാസു യഥാ തരുഹു. കിഴക്കോട്ട് വിരിച്ച ദർഭയിൽ വടക്കോട്ട് നോക്കി ഇരുന്നു പരീക്ഷിത മഹാരാജാവ്. എങ്ങനെയിരുന്നത്? ഒരു വൃക്ഷത്തെ പോലെ നിസ്പന്ദമായി നിശ്ചേഷ്ടമായിട്ട് ഇരുന്നു. എന്നിട്ട് ശരീരേന്ദ്രിയ മനോബുദ്ധികളെയൊക്കെ ആത്മാവിൽ വിലീനമാക്കി, ഞാൻ നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപിയാണ്, ശരീരേന്ദ്രിയ മനോബുദ്ധികളൊന്നുമല്ല എന്നുള്ള ബോധ്യത്തിൽ അങ്ങനെ ഉറച്ചിരുന്നു. സമാധിസ്ഥനായിട്ടിരിക്കുമ്പോൾ തക്ഷകൻ അവിടെ വന്നു. ബ്രഹ്മഭൂതസ്യ രാജർഷേഹേ ദേഹോഗ്നി ഗരളാഗ്നിന ബഭൂവ ഭസ്മസാത് സദ്യ പശ്യതാം സർവദേഹിനാം. എല്ലാവരും നോക്കിയിരിക്കെ ആ മഹാദുരന്തം സംഭവിച്ചു എന്നാണ് അവരാദ്യം കരുതിയത് കേട്ടോ. തക്ഷകൻ വന്നിട്ട് ഈ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന പരീക്ഷത്തിൻ്റെ ശരീരത്തെ സ്പർശിച്ചതും അത് ഭസ്മമായി പോയി. അപ്പം എല്ലാവരും അറിയാതെ അയ്യോ എന്ന് പറഞ്ഞുപോയി, ഹാഹാ എന്ന് വിലപിച്ചു. പെട്ടെന്നാണ് അവർ തിരിച്ചറിഞ്ഞത്, അയ്യോ ഇതൊരു ദുരന്തമല്ല, ഇതൊരു മഹാ അത്ഭുതം, ഇത് മഹാവിസ്മയം. എന്താ കാര്യം? ഈ പരീക്ഷിത മഹാരാജാവിനെ സംബന്ധിച്ചിടത്തോളം ദേഹാത്മബുദ്ധിയൊക്കെ പോയിരിക്കുന്നു. പിന്നെ ദേഹത്തിന് സ്വാഭാവികമായ പരിണതി ഉണ്ടാവുക എന്നുള്ളത് അത്രയും തീഷ്ണമായ വിഷത്തിൻ്റെ ബാധയിലെ അത് അഗ്നിയിൽ ഭസ്മമായി പോവുക എന്നുള്ളത് സ്വാഭാവികം. അപ്പം എല്ലാവരും പരീക്ഷത്തിൻ്റെ മാഹാത്മ്യത്തെ ആ സമയത്ത് ചിന്തിച്ചു,
അങ്ങനെ അവരൊക്കെ സ്വസ്ഥരായി. ഇങ്ങനെയാണ് ഉപദേശിക്കാനെത്തിയ ശുകബ്രഹ്മർഷിയുടെ അനുഗ്രഹവശാൽ പരീക്ഷിത് മഹാരാജാവ് അനുഗ്രഹീതനായത് അവിടെ പുഷ്പവൃഷ്ടി ഉണ്ടായി എന്നതാണ്. ഈ ഒരു പ്രകരണം ബ്രഹ്മോപദേശം ഇത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു പ്രസാദമാണ്, സംഗ്രഹമാണ്. ഈ ബ്രഹ്മതത്വത്തെയാണ് പല ഉപാഖ്യാനങ്ങളിലൂടെ, കുന്തിസ്തുതിയിലൂടെ ആയാലും ശരി, ഭീഷ്മശ്രുതിയിലൂടെ ആയാലും ശരി, ദക്ഷയാഗ കഥ വിസ്തരിച്ചതിലൂടെ ആയാലും ശരി, കപിലോപദേശത്തിലൂടെ ആയാലും ശരി, ജഡഭരതൻ്റെ ഉപദേശത്തോടെ ആയാലും ശരി, അങ്ങനെ അനവധി നരസിംഹാവതാരം, അങ്ങനെയുള്ള അനവധി അവതാരങ്ങൾ, ഈ കഥകളിലൂടെയൊക്കെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപിയായിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ ആ നിത്യമുക്താവസ്ഥയെയാണ് വർണ്ണിച്ചത്. ആ ബ്രഹ്മമാണ് ഞാൻ എന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ ആഹ്വാനം ചെയ്തത്. അങ്ങനെ ശ്രീമദ് ഭാഗവത ഉപദേശം കഴിഞ്ഞു, ശുകബ്രഹ്മർഷി തിരിച്ചുപോയി എന്നാണ് ഇവിടെ ഉപസംഹരിക്കുന്നത്. അതിനുശേഷം പിന്നെ പുരാണ സംബന്ധിയായിട്ടുള്ള മറ്റു ചില കാര്യങ്ങളൊക്കെ വർണ്ണിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവതം എന്ന മഹാഗ്രന്ഥം അവസാനിക്കുകയാണ്. ഇപ്പം ഇവിടെ തുടക്കത്തിലും ഒടുക്കവും ഒരേ തത്വത്തെ സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതത്തിൻ്റെ വീണ്ടും വീണ്ടുമുള്ള ശ്രവണം വൈരാഗ്യ ആർജനത്തിനും ഭക്തി നിഷ്ഠ ഉറച്ചു കിട്ടുന്നതിനും തത്വാവബോധം നേടുന്നതിനും എല്ലാവർക്കും അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 42ാമത് ശ്രീമദ് ഭാഗവത സത്ര നിർവഹണത്തിന് വേണ്ടി ഓടി നടന്നിട്ടുള്ള എല്ലാ സംഘാടകരെയും അഭിനന്ദിക്കുന്നു. ഈ സത്രത്തിൽ പല പ്രകാരത്തിൽ സഹകരിച്ചും ശ്രവിച്ചും അനുഗ്രഹീതരായ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് മുന്നിൽ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. ഹരി ഓം.